ഏനാതിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ തന്നെ നമുക്കടുത്ത് വരാം. കഴിഞ്ഞ ദിവസം ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്ന് സംസാരിക്കുകയുണ്ടായി. ഒരു പാപിനിയായ സ്ത്രീയെ കർത്താവ് മീറ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. കൊണ്ട് ചില വാക്യങ്ങൾ കൂടെ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ സ്നാനപ്പെടുവാനായിട്ടൊക്കെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ചില വാക്യങ്ങൾ കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയുമ്പം സാധാരണഗതിയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് ആദ്യമായിട്ട് വീട്ടിൽ നിന്നും വിശ്വാസത്തിൽ വന്ന എത്ര പേരുണ്ട്? കൈപൊക്കി. ആദ്യമായിട്ട് വിശ്വാസി വന്നത് അപ്പനും അമ്മയല്ല, റൈറ്റ്. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അപ്പനും അമ്മയും വിശ്വാസത്തിലായതുകൊണ്ട് വിശ്വാസത്തിലാണ്. എന്നാൽ ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കൊക്കെ വീട്ടിൽ ചെന്ന് ഇതൊക്കെ പറയുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവിടെ അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കുറേ നെഗറ്റീവ്സ് ഞാൻ മറ്റേ കുഞ്ഞുങ്ങളടുക്ക് കെയർഫുള്ളായിരിക്കാനുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നതിൻ്റെ കാരണം, ബിക്കോസ് നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും സ്നാനപ്പെടാനായിട്ട് കമ്മിറ്റ് ചെയ്ത പലരും സെക്കൻഡ് ജനറേഷനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രഷർ അവരുടെ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ സ്നാനപ്പെടേണ്ട എന്നൊന്നുമില്ല. ഡെഫിനറ്റ്ലി വി നീഡ് ടു ഗോ ഫോർവേഡ്. പക്ഷെങ്കിൽ വി നീഡ് ടു ബി കെയർഫുൾ, ബിക്കോസ് നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നടക്കുന്നത് നമുക്കൊരു എക്സൈറ്റിംഗ് ജേർണിയാണ്. ആ എക്സൈറ്റ്മെൻറ്റ് നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണത് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ സാജിബറൊക്കെ പറയുന്നത് കേട്ടിട്ടാണ്, 1-2 തലമുറ കഴിയുമ്പോഴത്തേക്കും ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്കൊരു തലവേദനയാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? ബിക്കോസ് ദ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇസ് നോട്ട് ദേ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടാകണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഞാനിതെല്ലാം പറയുന്നത്. സോ ടേക്ക് ഇറ്റ് വെരി പോസിറ്റീവ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. അപ്പോൾ നിങ്ങളെ തന്നെ ചെക്ക് ചെയ്യാനായിട്ടും കർത്താവിനോട് ആ രീതിയിൽ നടക്കുവാനായിട്ടും. വൈ? ബിക്കോസ് ഓൺലി ദോസ് പീപ്പിൾ ക്യാൻ റിയലി എൻജോയ് ക്രിസ്ത്യൻ ലൈഫ്. അതർവൈസ് ഇറ്റ് വിൽ ബി എ ബേർഡൻ. യുൽ റിയലി ബേൺ ഔട്ട് ഇൻ ദ മിഡിൽ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സന്നിധി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. ലൂക്കോസിന് 18-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ നമ്മൾ വാക്യം വായിക്കുമ്പോൾ, ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 10 ഓൺവേർഡ്സ് വെൻ വി റീഡ് വേഴ്സ് ടു 14 വരെ നമ്മൾ വായിക്കുമ്പോൾ 2 വ്യക്തി ജീവിതങ്ങളെ കാണും. ഒരു പരീശനായുള്ള വ്യക്തി, പിന്നെ ഒരു ടാക്സ് കളക്ടർ, ചുങ്കക്കാരനായ വ്യക്തി. ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ഭാഗം വായിച്ചാട്ടെ. ലൂക്കോസിന് 18-ാം അധ്യായം 10 മുതൽ 14 വാക്യങ്ങൾ. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിൽ ഒക്കെയും പധാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് നമ്മൾ മീറ്റിങ്ങിന് കടന്നു വന്നു. നമ്മളുടെ ഹൃദയത്തിൽ ഈ 2-ൽ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും നമ്മൾ. ഒന്നുകിൽ നമ്മൾ പരീക്ഷനെ പോലെ, കർത്താവേ, ഞാൻ മീറ്റിങ്ങിന് വന്നു കേട്ടോ, എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയാണ് ഞാൻ മീറ്റിങ്ങിന് വന്നത്. പല കാര്യങ്ങളുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ മീറ്റിങ്ങിന് വന്നു. പിന്നെ അത് തന്നെയല്ല, ഞാൻ മീറ്റിങ്ങിന് വന്ന് സാക്ഷ്യം പറയുന്നു, പ്രസംഗിക്കുന്നു, ഞാൻ ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പൈസയൊക്കെ ഞാൻ കറക്റ്റിന് കൊടുക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ഒരു സൈഡിൽ കൂടെ പറഞ്ഞു. എന്നാൽ വേറെ ഒരു വ്യക്തികളെ കാണും, വെൻ ദ ലോർഡ് ഷോസ് ദ റിയൽ ഫാക്ട് ഓഫ് ഇറ്റ് ഇൻ ദർ ലൈഫ്, ദർ ഈസ് എ ലോർഡ്, ദൈവമേ നിൻ്റെ കൃപയാണ്, കർത്താവെ എന്നോട് മനസ്സറിയണം എന്ന് പറഞ്ഞു നിൽക്കുന്നു. പ്രാരംഭമായി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, where do you stand in this list? നിങ്ങൾ എവിടെ നിൽക്കും? ചുങ്കക്കാരുടെ സൈഡിൽ നിൽക്കുമോ, അതോ കർത്താവിൻ്റെ സന്നിധിയിലോട്ട് അടുത്ത് വരുന്ന
റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഏത് സൈഡിലാണ് നമ്മളായിരിക്കും? ചുങ്കക്കാരൻ്റെ സൈഡിലാണോ അതോ പരീക്ഷൻ്റെ സൈഡിലാണോ നിൽക്കുന്നത്? യു നോ യു ദ ആൻസേഴ്സ്. ഐ ഡോണ്ട് ഹാവ് ടു ജഡ്ജ് യു, യു നോ ദി ആൻസേഴ്സ്. ഓക്കെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം സ്നാനത്തോടുള്ള ബന്ധത്തിൽ വായിച്ചതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 3. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തുന്ന ഭാഗം നമ്മൾ വായിക്കുന്ന ഭാഗം 3-ാം അധ്യായത്തിൻ്റെ 5 തൊട്ട് വായിച്ചാൽ വേഴ്സ് 5 onwards. അന്ന് യെരൂശലേമ്യരും യഹൂദ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്നു. തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാരെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്ന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. മതി. അപ്പം ഇവിടെ യോഹന്നാൻ്റെ ഈ ഭാഗമൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് പരിചിതമായതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹിയർ, യോഹന്നാൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് ഒത്തിരി പേര് ആ ഏരിയ നമുക്ക് ഒത്തിരി പേര് യോഹന്നാൻ്റെ അടുക്കൽ സ്നാനത്തിന് വന്നു. നമുക്കറിയാം യോഹന്നാൻ്റെ സ്നാനത്തിൻ്റെ പേരെന്താണ്? മാനസാന്തര സ്നാനം. ഓക്കെ. യോഹന്നാൻ സ്നാനത്തിൻ്റെ പേര് മാനസാന്തരം, ദ റിപ്പൻറ്റൻസ്, ബാപ്റ്റിസം ഓഫ് റിപ്പൻറ്റൻസ് ആണ്. മാനസാന്തരത്തിനായ ഒരു വലിയൊരു ആഹ്വാനമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ആദ്യമായിട്ട് വന്നല്ല സ്നാനം, അതിന് മുമ്പ് സ്നാനം നടക്കുന്നുണ്ടായിരുന്നു. ബേസിക്കലി ഒരു പർട്ടിക്കുലർ കോസിനോട് കൂടി അല്ലെങ്കിൽ പർട്ടിക്കുലർ കാര്യത്തിനോട് കൂടെ ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമായിട്ടായിരുന്നു അവർ സ്നാനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ യോഹന്നാനും ആ നിലയിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവിടെ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ, വരുവാനുള്ള ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുവീൻ. കർത്താവ് യേശുക്രിസ്തു വരുന്നതിൻ്റെ വരവിന് മുമ്പായിട്ട് വിളിച്ചു പറയുന്ന ശബ്ദമായിരുന്നു യോഹന്നാൻ. അപ്പോൾ യോഹന്നാൻ വിളിച്ചു പറയും. അപ്പോൾ എല്ലാവരും വന്നു കഴിയുമ്പോൾ നമ്മുടെ മീറ്റിങ്ങിന് എല്ലാവരും വരുവാണെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ? ആർക്ക് സന്തോഷമില്ലാത്ത? എല്ലാവർക്കും സന്തോഷം. മീറ്റിങ്ങിന് വരുന്ന നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ആ കൂട്ടത്തിൽ ആരും കൂടെ വന്നു സ്നാനപ്പെടുവാൻ. നമുക്ക് ആ ഭാഗം വായിച്ചാൽ അവിടെ നോക്കുമ്പോൾ വായിക്കുന്നു, but when he saw many of the Pharisees and Sadducees coming to him his baptism. അപ്പോൾ പരീശന്മാരും സദൂക്യരും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഹൈ ലെവലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം നന്നായിട്ട് പഠിപ്പിക്കുന്നവർ, പഠിച്ചവർ, ചെയ്യുന്നവർ, ആ നിലയിലുള്ള വ്യക്തി ജീവിതങ്ങളാണ്. അവർക്ക് സമൂഹത്തിൽ അതിന് വിലയും നിലയൊക്കെ ഉള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് പവേഴ്സും ഒക്കെ ഉള്ളതാണ്. അധികാരം അവരുടെ കയ്യിലാണ്. അവരിൽ ചിലരും കൂടെ വന്നു. എവിടെ വന്നു? അവർ സ്നാനപ്പെടാനായിട്ട് വന്നപ്പം യോഹന്നാൻ പ്രൈസ് ദ ലോർഡ്, ഗോഡ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞു. എന്താ യോഹന്നാൻ പറഞ്ഞേ? എന്തോ പറഞ്ഞു? വായിച്ചാട്ടെ. മാനസാന്തരത്തിന് ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്. വായിച്ചാട്ടെ 7-ാമത്തെ വാക്യം. തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യർ പലരും വന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ? പ്രൈസ് ദി ലോർഡ്. അപ്പം ഓർത്ത് നോക്കണം, അവരിങ്ങോട്ട് വരുമ്പോൾ അവരെ ഇങ്ങോട്ട് വിളിക്കുകയാണ് സർപ്പസന്തതികളെ. വളരെ താല്പര്യത്തോടെ ഈ പിള്ളേരൊക്കെ ഇങ്ങോട്ട് സ്നാനപ്പെടായിട്ട് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ആക്ച്വലി പ്രൈസ് ദി ലോർഡ് പറഞ്ഞൊക്കെ നിർത്തണെടുത്ത് ഇവിടെ ആരും അനങ്ങുന്നുമില്ല. ഇത് എന്തോ ഒരു സർപ്രൈസ് അല്ലേ തോന്നുമല്ലേ? അതേപോലെ ഇവിടെ യോഹന്നാൻ്റെ അടുക്കൽ വലിയ പൊസിഷനിലുള്ള ആൾക്കാരൊക്കെ, സാധാരണപ്പെട്ട ജനങ്ങളൊക്കെ വരുന്നു, സന്തോഷം. പക്ഷേ ഇത് വലിയ പൊസിഷനിലുള്ളവരൊക്കെ വന്നിട്ട് സ്നാനപ്പെടാൻ വന്നപ്പോഴത്തേക്ക് അവരെ വിളിക്കുകയാണ് സർപ്പസന്തതികളെ എന്ന് വിളിച്ച് ചോദിച്ചു, നിങ്ങളോട് ആര് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ? മനസ്സിലായോ? എന്താ അതിൻ്റെ കാരണം? കാരണം ഇത്രയേ ഉള്ളൂ. ഈ സദൂക്യർക്കും പരീശന്മാർക്കും പ്രത്യേകിച്ച് മാനസാന്തരപ്പെടാനൊന്നുമില്ല. They don't think they are having any problem. മറ്റുള്ളവരെന്തിനു വേണ്ടിയാണ് വന്നേ? അവർ മാനസാന്തരപ്പെടാൻ വന്നവരാ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, കർത്താവേ, വി ആർ നോട്ട് ഗുഡ്,
ഞങ്ങൾക്കൊന്നുമില്ല കർത്താവേ. കർത്താവേ, ആ യോഹന്നാൻ്റെ മെസ്സേജ് അതുപോലെ ഏറ്റെടുത്ത് വന്നുണ്ട്. അപ്പോൾ അവരെ സ്നാനപ്പെടുന്നതിന് യോഹന്നാൻ്റെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ സദൂക്യർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും they want to say, we have Abraham as our fathers. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരാണ് അബ്രഹാം എന്നൊക്കെ പാരമ്പര്യം പറഞ്ഞു വരാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, പാരമ്പര്യമായിട്ട് വിശ്വാസത്തിൽ വന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പാരമ്പര്യം ഒരുപാട് പറയാനുണ്ടായിരിക്കും. You are born in a Christian family, you came to Sunday school, you have been learning all the scriptures from when you are small. ചെറുപ്പത്തിൽ യേശു കണ്ണുനീർ വാർത്തു എന്നുള്ള വാക്ക് തൊട്ട് ഇങ്ങോട്ട് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്ന ഓരോ കുഞ്ഞുങ്ങളുടെ ഉള്ളിലൊരു ചിന്തയുണ്ട്, and now it's time the Lord have to accept me. Sorry. The only way you can come to this Lord is when you really understand, I need repentance. I hope you got this message very clear. The only way you come to the Savior, കഴിഞ്ഞ ദിവസം ഞാൻ ഇതേ മെസ്സേജ് പറഞ്ഞു, another way. The only way you come to the Lord is, Lord, I am a sinner, I need help, Lord, I need a Savior. Then the Savior becomes meaningful to you. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനായി. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അങ്ങനെ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് അത്രയും ഷാർപ്പായിട്ട് സർപ്പസന്തതികളെ എന്ന് വിളിച്ച് അവരോട് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, why are you dealing with them? They came with so much enthusiasm, isn't it? എന്നൊക്കെ നമ്മളും ചിന്തിക്കും. പക്ഷേ അവരോട് ആ നിലയിൽ സംസാരം. സോ വി നീഡ് ടു ചെക്ക് അവർ സെൽസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം, കർത്താവേ, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നാനത്തിനായിട്ട് കടന്നു വന്നു. വാട്ട് ഇസ് ദ ഫസ്റ്റ് കണ്ടീഷൻ? എന്താണ് ആദ്യത്തെ കണ്ടീഷൻ? ഐ മസ്റ്റ് ബി എ സിന്നർ. എല്ലാവരും പാപികളാണ്, പക്ഷേ ഞാനൊരു പാപിയാണെന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് എൻ്റെ ജീവിതത്തിലുണ്ടാവും. കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്കൊരു രക്ഷകൻ്റെ ആവശ്യമാണ്, എനിക്ക് പാപക്ഷമ ആവശ്യമാണ്. And then I am ready. So then they come to him and they said, what should we do? എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കട്ടെ. There is something they have to do. അവരോടൊന്ന് റിപ്പൻറ്റ്. വാട്ട് ഈസ് റിപ്പൻറ്റൻസ്? അവരോട് പറഞ്ഞു മനസാന്തരം പ്രസംഗിക്കുന്നത്. വാട്ട് ഈസ് റിപ്പൻറ്റൻസ്? റിപ്പൻറ്റൻസ് ഇസ് ഓക്കെ, ഞാൻ സഹോദരന് 10 രൂപ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദര എനിക്ക് വേണ്ടി ക്ഷമിച്ചേര് എന്ന് പറയുന്നതല്ല. 10 രൂപ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് 10 രൂപ പറഞ്ഞേച്ച് പിന്നെ ബാക്കി എന്തോ വേണം? തെറ്റായി പോയി, പക്ഷേ 10 രൂപ തിരിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് സഖായുടെ കാര്യം അറിയാമല്ലോ. കർത്താവേ, വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വായിച്ചാടാ. ലൂക്കോസ് സുവിശേഷം 10-ാമത്തെ അധ്യായം, ലൂക്ക് ചാപ്റ്റർ 19. ലൂക്കോസ് സുവിശേഷം 10-ാമത്തെ അധ്യായം. സഖായി എന്താ പറഞ്ഞേ? 7-ാമത്തെ വാക്യം. Came to him and Zacchaeus, I am coming to your house. Then verse 8, Zacchaeus stood. സക്കായി നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കുന്നു. അപ്പം there is some repentance എന്ന് പറയുമ്പം ജസ്റ്റ് വാക്കുകൊണ്ട് ഞാൻ റിപ്പൻറ്റ് ചെയ്യുക എന്നല്ല അതിൻ്റെ അർത്ഥം. There should be something in our life. ചിലരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ആഴ്ച ലൂക്കോസ് 7-ാം അധ്യായത്തെ വിളിച്ച ആ സ്ത്രീയെ സംബന്ധിച്ച് ഒരു പക്ഷെങ്കിൽ വളരെ പബ്ലിക്കായിട്ട് അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ളൊരു മനസാന്തരമായിരിക്കാം. പക്ഷേ നമുക്കൊരു പക്ഷെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വളർന്നു വന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. They may have something very small, whatever it is, even if it is small or big, that's not the issue. അതല്ല ഇവിടുത്തെ ഇഷ്യൂ. എന്ത് പാപമാണെന്നല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് സംതിങ് യു ഹാവ് ഫീലിംഗ് ഇൻ യുവർ ഹാർട്ട്. ലോർഡ്, ഐ എം സോറി, ഐ വോണ്ട് ടു ചേഞ്ച് മൈ ലൈഫ് ആൻഡ് ഐ വോണ്ട് ടു കം ടു ദാറ്റ് ലൈഫ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി അടുത്ത് വരുമ്പോൾ ഹാവ് ദാറ്റ് ഫീലിംഗ് ഇൻ യുവർ ഹാർട്ട്. ഇഫ് യു ഡോണ്ട് ഹാവ് ഇറ്റ്, then all this process will become meaningless to you. So now let's read this verse. Acts chapter 2, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, verse 38. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഇത് കേട്ടിട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എപ്പോഴാണ് നമുക്ക് കുത്തുകൊള്ളുന്നത്?
ചില കുത്തി പ്രസംഗിക്കരുതെന്ന് പറയുന്നത് എപ്പോഴാണ്? നിങ്ങൾ ചില കേട്ട് കാണോ എക്സ്പ്രഷനൊക്കെ അല്ലേ? കുത്തി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലറായിട്ട് ഇങ്ങനെ കുത്തി നോവുന്ന രീതിയിൽ പ്രസംഗിക്കുന്നത് അല്ലേ? പരിശുദ്ധാത്മാവ് കുത്തുകൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ when the Lord is telling you something very clear and obvious, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് യെസ് കർത്താവെ ഞാനൊരു പാപിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെഴുന്നേറ്റ് പറഞ്ഞു, സഹോദരന്മാരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നേരെ പോയി സ്നാനപ്പെടാന്നാണോ പറഞ്ഞത്? എന്താ പറഞ്ഞ വാക്യം ഒന്നുകൂടെ വായിച്ചു, അടുത്ത വാക്യം 38. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് റിപ്പൻഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് റിപ്പൻഡ്. ഓക്കെ, റിപ്പൻഡ്. whatever God shows you, ദൈവം നിങ്ങളെ കാണിച്ച വിഷയങ്ങൾ, Lord I am sorry and I don't want to go in that way again. Repent. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. Let every one of you, ഓരോരുത്തൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പീൻ എന്ന് പറഞ്ഞു, സ്നാനം എടുക്കാനായിട്ട് പറയുന്നു. അപ്പം ആദ്യം മാനസാന്തരപ്പെടുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ, കർത്താവ് നിങ്ങളെ ഒരു ട്രാൻസ്ഫോർമേഷനിലോട്ട് നടത്തുകയാണ്, കർത്താവിൻ്റെ സ്നാനത്തിൽ നടത്തുന്നു. എന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഒരു ഗിഫ്റ്റ് കിട്ടും. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ കൃത്യമായി ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗിഫ്റ്റ് എവിടെ നിന്നാണ് വരുന്നതെന്നറിയോ? ഈ ഗിഫ്റ്റ് എവിടെ നിന്നാണ് വരുന്നത്? ഈ ഗിഫ്റ്റ് നമ്മൾ വായിച്ചായിരുന്നു. മത്തായി 3-ാം അധ്യായം നമ്മൾ വായിച്ച വാക്യം ഞാൻ പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്തില്ലെന്ന് മാത്രം. മത്തായി 3-ാം അധ്യായം 3-ാം അധ്യായത്തിലെ 11-ാമത്തെ വാക്യം, വേഴ്സ് 11. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നത് I indeed baptize you with water. ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും കർത്താവിൻ്റെ ദാസന്മാരായിരിക്കാം നിങ്ങളെ സ്നാനം കഴിപ്പിച്ചത്, മാനുഷികമായ കരങ്ങളാണ് സ്നാനം കഴിപ്പിച്ചത്. പക്ഷേ അടുത്ത ഭാഗം, എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാവുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. അപ്പോൾ ആ സ്നാനം എവിടുന്നാ വരുന്നേ? And that is the gift of the Holy Spirit, isn't it? So the first step is when I repent and I go into the baptism and accepting the Lord and all these things, when I do that, ഞാൻ ആ ഭാഗം ചെയ്യുമ്പം എനിക്കൊരു ഗിഫ്റ്റ് വരും. ആ വാക്യം ഒന്നുകൂടെ വായിച്ച അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 38. വേഗം വായിച്ചു, കുറേ വാക്യം നമുക്ക് വായിക്കാനുണ്ട്. 2:38. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ഗിഫ്റ്റ് ലഭിക്കും. അല്ലെങ്കിൽ the gift of the Holy Spirit will be with you. Hallelujah. And that gift is from the Lord. Praise the Lord. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്. And he knows if it's a genuine or not. So the whole thing will work provided step number 1 and step number 2 is right. Step number 3 is automatic. If step number 1 and step number 2 is not right, step number 3 is a question mark. You got it? മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും പറയുന്നതിന്? സോ ദ സ്റ്റെപ്പ് നമ്പർ 3 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. നമ്മളെല്ലാ മീറ്റിങ്ങിലും ആദ്യം പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവേ we need the step number 3 in a abundant ആയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വേണം എന്ന് ഞങ്ങൾ പറയുന്നു. യെസ്, സോ ദാറ്റ് ഈസ് വാട്ട് ദ സ്റ്റെപ്പ് നമ്പർ 3 അവിടെ. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കർത്താവ് ആ നിലയിൽ വ്യത്യാസപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തരുമെന്ന് പറയുന്നു. അപ്പം ദിസ് ഇസ് ദ സ്റ്റെപ്പ്. സോ ദാറ്റ്സ് വാട്ട് വി സേ വെൻ നമ്മൾ സ്നാനത്തിലോട്ട് കടന്നു വരുമ്പോൾ, മാനസാന്തരപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എനിക്ക് എന്ത് ചെയ്തെന്നുള്ളതിനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ കർത്താവിൻ്റെ സ്നാനത്തിലേക്ക് നമ്മളെ കടന്നു ചെല്ലുവാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 19-ാമത്തെ അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 19. നമുക്ക് മാനസാന്തര സ്നാനം എടുത്ത ഒരു വ്യക്തിയുണ്ട്, കൊടുത്തൊരു വ്യക്തി യോഹന്നാനായിരുന്നു. പക്ഷേ എടുത്ത പലരുമുണ്ട്. ആ പലരെ കണ്ട അപ്പോസ്തലപ്രവൃത്തികൾ 19-ാമത്തെ അധ്യായത്തിൻ്റെ 1-6 ഒരു വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ സ്നാനപ്പെട്ടവരാണ്. പക്ഷേ അവരുടെ സ്നാനം വ്യത്യാസമായ സ്നാനമല്ല. ലെറ്റ്സ് റീഡ് ദാറ്റ് പോർഷൻ. വായിച്ചാട്ടെ. അപ്പല്ലോസ് കൊരിന്ത്യരിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശത്തിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചിലർ ശിഷ്യന്മാരെ കണ്ടു.
നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, You understand? Did you receive the gift? Did you receive the gift? Paul is asking. No, we didn't receive the gift. What happened? See, step number 1, step number 2, step number 3. Said, what happened? Step number 1 and 2, if it is right, step number 3 should be right. What happened? Yeah, why chat? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവൻ അവരോട് ചോദിച്ചതിന്, ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അപ്പോൾ അവർ പറഞ്ഞു യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്നാനം ഏറ്റല്ലോ, അത് മതി എന്ന് പറഞ്ഞോ? എന്തു പറഞ്ഞു? അടുത്ത വാക്യം. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. രണ്ടാമത് സ്നാനമേറ്റു. ഞങ്ങൾ വീട്ടിലായിരുന്ന സമയത്ത് ഒരു സഹോദരി ചർച്ചിലെ മീറ്റിങ്ങിന് കടന്നു വന്നു. ദൈവവചനമൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് രണ്ടാമത് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞങ്ങളാകെ കുഴങ്ങി. കാരണം ഒരു പ്രാവശ്യം സ്നാനപ്പെടുന്നത് തന്നെ വളരെ ഈ പറഞ്ഞ രീതിയിൽ വളരെ ബുദ്ധിമുട്ടിച്ചാണെങ്കിൽ രണ്ടാമത്തെ സ്നാനം എന്ന് പറയുമ്പോൾ ഇച്ചിരിയുടെ ബുദ്ധിമുട്ടാകും. ഞാൻ ചോദിച്ചു, എന്താ പറ്റി? അപ്പോൾ പറഞ്ഞു, ഒരു ദിവസം എൻ്റെ അമ്മ സ്നാനപ്പെടണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ അവിടെ ചെന്നപ്പം പാസ്റ്റർ പറഞ്ഞു, മോളൂടെ ഒരു ഉടുപ്പ് ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ മോളും വന്നു. മോളും എന്തു ചെയ്തു? സ്നാനപ്പെട്ട് കഴിഞ്ഞു. എല്ലാം കർത്താവ് അങ്ങ് ശരിയാക്കുമെന്ന്, മുമ്പോട്ട് പോകുമ്പം കർത്താവ് അങ്ങ് ശരിയാക്കുമെന്ന്. അങ്ങനെയാണോ തമ്പുരാൻ പഠിപ്പിച്ചേ? സഹോദരിയോട് പിന്നെ ഞാൻ ആദ്യം തൊട്ട് ദൈവത്തിനൊക്കെ മനസ്സിലാക്കിയപ്പോൾ സഹോദരി മനസ്സിലാക്കി, ഞാൻ സ്നാനപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചല്ല, ഞാൻ ജസ്റ്റ് കുളിക്കുക മാത്രമേ ചെയ്തുള്ളൂ. മനസ്സിലായോ? അപ്പം രണ്ടാമത് നമ്മൾ സ്നാനം ചെയ്യിക്കേണ്ടതായിട്ട് വന്നു. പ്രിയ സഹോദരങ്ങളെ, അതുപോലെ മാനസാന്തര സ്നാനമല്ല, യോഹന്നാൻ്റെ സ്നാനമല്ല കർത്താവിൻ്റെ സ്നാനം. യോഹന്നാനോട് ചേരുവാനായിട്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് അവരുടെ ആ ഒരു ഐഡിയക്ക് ചേരുവാനായിട്ട് മാനസാന്തര സ്നാനം പ്രസംഗിച്ചുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാനായിട്ടാണ് കർത്താവിൻ്റെ സ്നാനം പറയുന്നത്. അപ്പം അതാണുള്ളത് അതിൻ്റെ വ്യത്യാസമായിട്ടുള്ളത്. എന്നാൽ സ്നാനം എന്ന് പറയുന്നത് ആരുടെ കൽപ്പനയാണ്? ഹൂ ടോൾഡ് യു ടു ഡു ദാറ്റ്? ഇറ്റ് ഈസ് ദ ലോർഡ് ഹിംസെൽഫ്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം, മാത്യു ചാപ്റ്റർ 28 വായിച്ചാട്ടെ. 28:19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. Go therefore and make disciples of all the nation, baptizing them in the name of the Father, Son and the Holy Spirit. മനസ്സിലായോ? അപ്പം ഹൂസ് കമാൻഡ് ഇസ് ദ ലോർഡ്സ് കമാൻഡ്. ഇതൊരു ചർച്ചിൻ്റെ പ്രത്യേകിച്ചൊരു കമാൻഡല്ല. നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ക്രിസ്ത്യൻ ചേർച്ചസും അത് വിശ്വസിക്കുന്ന കാര്യമാണ്. നോബഡി ഡിനൈസ് ദിസ് ഫാക്ട്. എന്നാൽ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ വായിച്ചപ്പോൾ ആരുടെ നാമത്തിൽ സ്നാനപ്പെടുക എന്നാണ് വായിച്ചേ? യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക. അപ്പം പിന്നീട് നമുക്കറിയാം, പിന്നീട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അറ്റ്ലീസ്റ്റ് നോട്ട് ഇൻ അവർ ചേർച്ച്, വി ഹവ് സീൻ ഇൻ അനദർ ചേർച്ച്. അവർ പഠിപ്പിക്കുന്നത് ഇത് യേശുവിൻ്റെ സ്നാനം വേറെയാണ്. സോ ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ബൈ ഇറ്റ് സെൽഫ്. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു തന്ന കമാൻഡ് എന്താണ്? അതേ യേശു കർത്താവ് തന്ന കമാൻഡ് എന്താണ്? സ്നാനം എപ്പോഴും ആരുടെ പേരിലായിരിക്കും? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരിലായിരിക്കും. സോ സംടൈംസ് വി ക്യാൻ ഗോ ടാൻജൻസ് ബിക്കോസ് we do not know God's word. I know a family who has gone through first baptism, Father, Son and the Holy Spirit, then took another baptism as Jesus only baptism, and then they came back another baptism again with Father, Son and the Holy Spirit. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം നമ്മളിൽ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് നമ്മളൊരു പ്രോസസ്സിൽ കൂടെ മാത്രം കടന്നു പോകുകയല്ല. വി നീഡ് ടു നോ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നൗ ഇഫ് യു ഹിയർ ദ വേർഡ്, അവിടെ നമ്മൾ വായിച്ചിരിക്കുന്നത് ദ വേർഡ്. നൗ ഈ ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? Let me read. Go therefore and make disciples of all the nation, baptizing them in the name of the Father, Son and the Holy Spirit. Now, baptizing എന്നുള്ളൊരു വേർഡ് ഇംഗ്ലീഷ് വേർഡ് അല്ല. പിന്നെ ഏത് വേർഡാണത്? ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ്. അതൊരു ഇംഗ്ലീഷ് വേർഡ് അല്ല. എന്തുകൊണ്ടാണ് ബാപ്റ്റൈസ്? എന്നാൽ മലയാള പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എന്ത് മനസ്സിലാവുന്നു? സ്നാനം അല്ലേ? സ്നാനം കഴിച്ചു എന്നല്ലേ എഴുതിയേക്കുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അതിന് വ്യത്യാസം എന്നാണെന്നറിയാമോ? കാരണം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് എഫേർട്ട് എടുത്ത ആ ടീമിൻ്റെ അന്ന് ആ രാജഭരണം പറഞ്ഞു, ഞങ്ങളായിരിക്കുന്ന ചർച്ചസിൻ്റെ ഒരു പ്രൊസീജിയേഴ്സിനും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ സ്നാനം എന്നുള്ള വേർഡ് അല്ലെങ്കിൽ മുഴുകൽ സ്നാനം എന്നുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്യാതെ ദേ യൂസ്ഡ് എ വേർഡ് ബാപ്റ്റിസം വിച്ച് ഇസ് ദ സെയിം വേർഡ് ആസ് ഇൻ ദ ഗ്രീക്ക്. എന്തിനാണ് അവരതങ്ങനെ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും അറിയാൻ വയ്യാത്ത ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ ബൈബിളിൻ്റെ കോപ്പി എല്ലാവരുടെയും കയ്യിൽ ഇല്ലല്ലോ, അപ്പോൾ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യുന്ന ആ കാര്യം തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ പിന്നെ നോ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ആ കാര്യം അങ്ങനെ വന്നത്. പക്ഷേ മലയാള പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സ്നാനപ്പെടുക. അതുകൊണ്ടാണ് നമ്മൾ ഒരു വെള്ളം എടുത്ത് ഇച്ചിരെടുത്ത് തളിക്കുകയോ ഒന്നും ചെയ്യാത്തത്. വിസേ സ്നാനം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മുഴുകി സ്നാനപ്പെടുന്നത്. ലെറ്റ്സ് റീഡ് ദാറ്റ് വേഴ്സ്. ആക്ട്സ് ചാപ്റ്റർ, അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്ന ഭാഗം. ഷണ്ണൻ എങ്ങനെ സ്നാനപ്പെട്ടെ? ചാപ്റ്റർ 8, ആക്ട്സ് ചാപ്റ്റർ 8 വായിച്ചാട്ടെ, വേഗം വായിച്ചു. അപ്പോസ്തല പ്രവൃത്തിയിൽ 8-ാം അധ്യായത്തിലെ 36-ാമത്തെ വാക്യം, 35, 36, 37 വായിച്ചാൽ. താഴെ വായിച്ചാൽ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അവിടുന്ന് ഒരു ഗ്ലാസ് ഒരു പാത്രത്തിനകത്ത് ഇച്ചിരി വെള്ളം എടുത്തിട്ട് തളിക്കുമായിരുന്നോ? അല്ല. പിന്നെന്ത് ചെയ്തു? ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടതിന് ശേഷം 38-ാമത്തെ വാക്യം താഴോട്ട് വന്നിട്ട് നമ്മൾ വായിക്കുമ്പോൾ 39:39. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി. അപ്പം വാട്ട് വാസ് ദ കണ്ടീഷൻ? അവിടെ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്ന ഫിലിപ്പോസ് പറഞ്ഞ കണ്ടീഷൻ എന്താ? നീ വിശ്വസിക്കുന്നെങ്കിൽ ആകാം അല്ലേ? അവിടെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ. ഫിലിപ്പ് സെഡ്, ഇഫ് യു ബിലീവ് വാട്ട് ഹിൻഡേഴ്സ് മീ ഫ്രം ബീങ് ബാപ്റ്റൈസ്ഡ്. 36-ാമത്തെ വാക്യം, വേഴ്സ് 36. അവർ ഇങ്ങനെ വഴി പോകുകയിൽ വെള്ളമുള്ളൊരു സ്ഥലം എത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. എന്താണ് വിരോധം? എനിക്ക് സ്നാനം എടുക്കുന്ന എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്താ തടസ്സം? നീ അപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചുമോൾ ഇവിടെ ഉണ്ട്. ആ കൊച്ചുമോൾ ഇപ്പം നാളെ വന്ന് പറയാണ്, ഏറ്റവും പറയാണ്, ഓക്കെ ഞാൻ LKG ഒക്കെ ആയതുള്ളൂ, പക്ഷേ എന്നാലും എനിക്കും കൂടെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. എങ്ങനെയാണ് ചോദിക്കുന്നത്? കുഞ്ഞെ, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? കാരണം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് കർത്താവായ യേശു ക്രിസ്തു ഒരു പാപയാഗമായി യെശയ്യാവിൽ എഴുതിയിരിക്കുന്നത് കടന്നു വന്നതും അവൻ തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്തതും ക്രൂശിൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റുമായ കാര്യങ്ങളെല്ലാം ഫിലിപ്പോസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇത് ഷണ്ണനായിരിക്കുന്ന നിനക്കും കൂടെ ഉള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനതിനെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന ഇങ്ങനെയാണ്, നീ പോകുന്നിടത്തൊക്കെയും ചെന്ന് സുവിശേഷിക്കണം, നീ വിശ്വസിക്കുന്നവരെ സ്നാനമേൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, വെള്ളം ഇതാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്നാനമേൽക്കുന്നതിന് എന്താ തടസ്സമെന്ന് ചോദിച്ചപ്പോൾ നീ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. അപ്പം എന്ത് വിശ്വസിക്കണമെന്നൊക്കെ ഉള്ളത് ക്ലിയർ ആണല്ലോ.
വളരെ വ്യക്തമാണ്. ദൈവത്തിന് അതൊരു കൺഫ്യൂഷനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പ്രിറ്റി മച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ്. നമ്മൾ വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാമെന്നുള്ളൂ. പക്ഷേ എപ്പോഴും നമ്മൾ വേറൊരു പ്രീ കൺസീവ്ഡ് ഐഡിയയുമായിട്ട് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ വേറൊരു കാര്യം വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും വേറെ അർത്ഥങ്ങളായിരിക്കും. സോ കം വിത്ത് എ സിമ്പിൾ ഐഡിയ, മനസ്സോടുകൂടെ ദൈവത്തിനുണ്ട്. എന്നിട്ട് ഈ സ്നാനപ്പെട്ട് കയറി വന്ന എന്താ അവിടെ സംഭവിച്ചത്? 39 വാക്യം, വേഴ്സ് 39, 39. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷുകൊണ്ട് തന്റെ വഴിക്ക് പോയി. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥ. എന്തായിരിക്കണം? സന്തോഷിച്ചുകൊണ്ട് പോയി. ഞാൻ ഒരു ദേവദാസൻ, ഈ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പം അത്രയും നമുക്ക് കേൾക്കാനില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ മക്കൾ എപ്പോഴും പറയും, അപ്പച്ചനോട് പറയും, അപ്പച്ച സ്നാനപ്പെട്ടില്ലല്ലോ, സ്നാനപ്പെട്ടില്ലെങ്കിൽ അപ്പച്ചൻ മർക്കോസിന് ശേഷം 16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ സ്നാനപ്പെട്ടില്ലല്ലോ. അപ്പോൾ അപ്പച്ചനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് എപ്പോഴും എല്ലാ സമയത്തും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കായിരുന്നു. അപ്പച്ചൻ ഒരു ദിവസം പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. അപ്പച്ചൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ എല്ലാ ശുശ്രൂഷയിലാണ് കഴിഞ്ഞ്. അപ്പം മക്കളെല്ലാം ചുറ്റും നിന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കും. അപ്പച്ചൻ സ്നാനപ്പെട്ടല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ട് കയറി ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, ഇപ്പം ദണ്ണം അങ്ങ് തീർന്നല്ലോ എന്ന്. മനസ്സിലായോ? അപ്പോൾ അപ്പച്ചൻ സ്നാനപ്പെട്ട് ആർക്ക് വേണ്ടിയായിരുന്നു? പിള്ളേർക്ക് വേണ്ടിയായിരുന്നു. ദണ്ണം അങ്ങ് തീർന്നല്ലോ. അങ്ങനെയാണോ സ്നാനപ്പെടുന്നത്? സ്നാനപ്പെടുന്നത് നമുക്ക് വേണ്ടിയാ, വേറെ ആർക്കും വേണ്ടിയല്ല. എന്തിനു വേണ്ടിയാ? എൻ്റെ കർത്താവ് എൻ്റെ പാപത്തിന് വേണ്ടി കർത്താവ് കാൽവരിൽ യാഗമായി. ആ കർത്താവിനോട് ചേരുവാൻ ഞാൻ സ്നാനപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഷണൻ എങ്ങനെയാണ് പോയത്? സന്തോഷത്തോടെ പോയി. He went home rejoicing. Hallelujah. And that should be our part also. അപ്പം സ്നാനപ്പെട്ടതിന് ശേഷം ബുദ്ധിമുട്ടിയല്ല. ഇങ്ങനെയാണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ സ്നാനപ്പെടുന്ന സമയത്ത്, ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂളും ഒക്കെയാണ്. പണ്ടെങ്ങനെയായിരുന്നു? ചെണ്ടയൊക്കെ അടിച്ച് നാട്ടിലുള്ള എല്ലാവരും അറിയും. ഇനി അത് കഴിഞ്ഞതിന് ശേഷം അതുവഴി എങ്ങാനും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു പോയാൽ, നീ കഴിഞ്ഞ ആഴ്ച സ്നാനപ്പെട്ടതല്ലേ. ഇതിപ്പോൾ ആരും അറിയുന്നില്ലല്ലോ. സഭക്കാരറിഞ്ഞെങ്കിൽ അപ്പം നമുക്ക് ഒത്തിരി കാര്യം. മറ്റേത് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. അപ്പം കർത്താവിൻ്റെ സാക്ഷിയാകുക എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വിട്ടേച്ച് നമ്മളിപ്പോൾ പലപ്പോഴും ആരും അറിയാതെ ഒക്കെ സ്നാനപ്പെടുന്ന കാര്യത്തെക്കുറിച്ച്. എന്നാൽ ഇവിടെ ഷണ്ണൻ വളരെ സന്തോഷത്തോടുകൂടെ കർത്താൻ. അപ്പം ലെറ്റ് us embrace the full meaning of the baptism in our life. നമ്മളുടെ ജീവിതത്തിൽ മുഴുവനായും അതിൻ്റെ അർത്ഥം. ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്നാനപ്പെടുന്ന ഈ സ്നാനം എന്ന് പറയുന്ന ഈ ശുശ്രൂഷ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഈ സ്നാന ശുശ്രൂഷയിലൊന്നും പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല. ഞെട്ടരുത്. അപ്പം പെട്ടെന്ന് ചോദിക്കും, സ്നാനപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് പറയും. നമ്മുടെ ഒരു അച്ഛൻ ചോദിച്ചൊരു കാര്യം, ഈ കലക്കവെള്ളത്തിനകത്ത് മുങ്ങി കയറിയ എന്താ പ്രത്യേകത? കലക്കവെള്ളത്തിനകത്ത്, കാരണം പണ്ട് ആറ്റിലൊക്കെ ആയിരുന്നല്ലോ, ഇപ്പോഴല്ലേ പൂളിലൊക്കെ ആയിരുന്നു. അപ്പം പണ്ട് ഈ കലക്കവെള്ളത്തിനകത്ത് മുങ്ങിക്കയറിയാൽ എന്താണ് വ്യത്യാസം ഉണ്ടാകുക എന്ന് ചോദിച്ച ചിലരൊക്കെ ഉണ്ട്. അപ്പം എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, സ്നാനപ്പെടുന്ന മോമെൻറ്റിലല്ല ഒരു വ്യത്യാസം സംഭവിക്കുന്നത്. വലിയൊരു കാര്യം, വലിയൊരു ട്രാൻസാക്ഷൻ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുകയാണ്. അതെപ്പോഴാണ് നടക്കുന്നത്? വീണ്ടും ജനനാനുഭവത്തിലാണ് ഇത് നടക്കുന്നത്. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 20 20-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിച്ചേ, 20 ഓൺവേർഡ്സ്. സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ചു അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്തു വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഇരിക്കണം, ഒരുത്തൻ എൻ്റെ ഇടത്തും ഇരിക്കണം. അമ്മയുടെ ആഗ്രഹമാണ് രണ്ടുപേരും ഇടത്തും വലത്തും ഇരിക്കണം. അപ്പോൾ കർത്താവ് എന്തോ പറഞ്ഞു? അടുത്ത വാക്യം 22. അതിനുത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്ന് അവർ പറഞ്ഞു. Let me read for you in English. You do not know what you ask. Are you able to drink the cup that I am able to drink? അടുത്ത വാക്യം താഴോട്ട് വായിച്ചേ. അവൻ അവരോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും. അല്ലല്ല, and be baptized. മൊത്തം വായിച്ചാണ്.
അതിനുത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല, എൻ്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. Now let me read in English for you. You understand this concept. You do not know what you ask. Are you able to drink the cup that I am able to drink, and the baptism and be baptized with the baptism that I am baptized with? And I know it is not there in your thing. Some of the scriptures omits the whole portion of it. Okay, and be baptized with the baptism that I am baptized with. They said to him, we are able. And verse 23, he said to him, you will indeed drink my cup and be baptized with the baptism that I am baptized with. യേശു ക്രിസ്തു പറഞ്ഞ ഈ ബാപ്റ്റിസം ഏതാണ്? യോഹന്നാൻ്റെ ബാപ്റ്റിസം കഴിഞ്ഞു. പിന്നെ ഒരു ബാപ്റ്റിസം ഉണ്ട്. കർത്താവ് പറയുന്നത് ഈ ബാപ്റ്റിസം ഏതാണ്? ഏത് ബാപ്റ്റിസോ? ക്രൂശിലെ മരണം. ക്രൂശിലെ മരണം. ദാറ്റ് ഇസ് എ ബാപ്റ്റിസം ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിയർ. മലയാള ഭാഗത്ത് അത്രയും ഭാഗം അത് പ്രിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ക്രൂശിലെ മരണം എന്നുള്ള അതും ദാറ്റ് ഇസ് എ ബാപ്റ്റിസം വി ആർ ടോക്കിംഗ് അബൌട്ട് ഹിയർ നൗ. നൗ വെൻ വി റീഡ് റോമൻസ് ചാപ്റ്റർ 6, റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം വായിച്ചാൽ, ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കെ എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? മതി. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ എന്നുള്ള കാര്യം. പക്ഷെ പലപ്പോഴും നമ്മുടെ ചിന്ത ഈ സ്നാനം എന്ന് പറയുന്നത് വാട്ടർ ബാപ്റ്റിസം ആണെന്നാണ്. അല്ല, വാട്ടർ ബാപ്റ്റിസം അല്ല അത്. ദിസ് ബാപ്റ്റിസം ഈസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ഡെത്ത് ഓൺ ദ ക്രോസ്, അല്ലെങ്കിൽ വീണ്ടും ജനന അനുഭവത്തിൽ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് എന്ത് തന്നെയാണ്? സ്നാനം എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് അന്നേരം ഇവിടെ ഈ സ്നാനവും ആ സ്നാനത്തിൻ്റെ കാര്യമാണോ ഈ പറയുന്നത്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പൂളിലല്ല ഈ കാര്യം നടക്കുന്നത്. ഈ കാര്യം എപ്പോഴാണ് നടക്കുന്നത്? വീണ്ടും ജനന അനുഭവത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതാണ് റോമൻസ് 6 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് വീണ്ടും ജനന അനുഭവത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ? ഇവിടെ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുന്നു. ക്രിസ്തുവിനോട് ചേരുന്നത് വെള്ളത്തിലല്ല, ക്രിസ്തുവിനോട് ചേരുന്നത് വീണ്ടും ജനന അനുഭവത്തിൽ, അവൻ്റെ മരണത്തിൽ, അവൻ്റെ പുനരുത്ഥാനത്തിൽ ഞാൻ പങ്കാളിയാകുകയാണ്. അവൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഞാൻ പങ്കാളിയാകുകയാണ്. റൈറ്റ്? ഓക്കെ, വായിച്ചാട്ടാ. ഒന്നുകൂടെ വാക്യം വായിച്ച 3-ാമത്തെ വാക്യം, വേഴ്സ് 3. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാവുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. കുഴിച്ചിടപ്പെട്ടു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ക്രൂശ് മരണം കഴിഞ്ഞതിന് ശേഷം ക്രൂശിനെ കർത്താവ് യേശുക്രിസ്തുവിനെ അടയ്ക്കപ്പോൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ നമ്മളെ കുഴിച്ചിടുന്നില്ല, പക്ഷെങ്കിൽ സിംബോളിക്കലി വി സേസ് വി ഹാവ് ബീൻ ബറീഡ് വിത്ത് ഹിം. അത് കഴിഞ്ഞതിന് ശേഷം താട്ട് വായിച്ചാൽ, ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. അവന്റെ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. മനസ്സിലായോ? അപ്പം അവന്റെ മരണത്തിനും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെയും ഭാഗം, ഇറ്റ്സ് യു ഡൈ വിത്ത് ഹിം ആൻഡ് യു ഹാവ് എ റിസറക്ഷൻ വിത്ത് ഹിം. എപ്പോഴാണ്? വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ ട്രാൻസ്ഫോർമേഷനാണിത്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു ചോദ്യമുണ്ട്, എന്നാൽ പിന്നെ എന്തിനാണ് സ്നാനപ്പെടുന്നത്? ഇതെല്ലാം കഴിഞ്ഞെങ്കിൽ പിന്നെന്തിനാണ് പിന്നെ സ്നാനപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളൊരു സാക്ഷ്യമാണ്. whatever has happened in my life, സ്പിരിച്വൽ വേൾഡിൽ ഈ ട്രാൻസാക്ഷൻ ചെയ്തല്ലോ, അതിൻ്റെ സാക്ഷ്യമാണ് ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെടുമ്പോൾ ചെയ്യുന്നത്. ഞാൻ വെള്ളത്തിൽ പറയുന്നത്, ഞാൻ ഈ വെള്ളത്തിൽ ഇറങ്ങി
സ്നാനപ്പെടുമ്പോൾ ഞാൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനൂടെ ഞാൻ മരിച്ചു, കർത്താവായ യേശുക്രിസ്തുവിനൂടെ ഉയർത്തെഴുന്നേറ്റു. അത് ഞാൻ ഈ വെള്ളത്തിലല്ല സംഭവിച്ചത് വീണ്ടും ഞാൻ സംഭവിച്ചാണ്. കാരണം ആദ്യകാലങ്ങളിൽ നമുക്കറിയാം 3000 പേര് ഒറ്റയടിക്ക് സ്നാനപ്പെട്ടു. അവരന്ന് സുവിശേഷം കേട്ടു, അന്ന് തന്നെ സ്നാനപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഇസ് എ മെത്തേഡ് വി ഹാവ് ടു ഫോളോ. കാരണം വെച്ച് നീട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടെങ്കിൽ അന്ന് തന്നെ, ഇപ്പോൾ ഷണ്ണൻ വചനം കേട്ടു, വിശ്വസിച്ചു, അന്നേരം തന്നെ സ്നാനപ്പെട്ടു. പക്ഷേ ഇപ്പോൾ നമ്മൾ അങ്ങനെ അത്ര പെട്ടെന്ന് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നല്ലൊരു ഇളക്കപ്പളക്കമൊക്കെ വരുമ്പോഴത്തേക്ക്, പെരുക്കമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്നൊക്കെ വിശ്വസിക്കും. പിന്നെ പറയും വേണ്ടായിരുന്നു, ഈ കർത്താവിൻ്റെ കൂടെ പോകണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആർ യു റിയലി ഷുവർ? ഇറ്റ്സ് നോട്ട് എൻ ഇമോഷണൽ ഡെസിഷൻ. ഇറ്റ്സ് ബേസിക്കലി എ ഡെസിഷൻ കോൺഷ്യസ്ലി നമ്മളെടുക്കുന്ന കർത്താവിൻ്റെ കൂടെയുള്ള ഡെസിഷനാണ്. അപ്പം അതാണ് ആ സ്നാനത്തിൻ്റെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സ്നാനം താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ സ്നാനപ്പെട്ടവരുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ വെറുതെ അന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ഇതൊന്നും മനസ്സിലായില്ലായിരുന്നായിരിക്കും. പക്ഷേ ഇന്നെങ്കിലും നിങ്ങളുടെ ഹൃദയങ്ങളുള്ളിൽ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യമാണ്. രക്ഷണീയ പ്രവൃത്തിക്ക് നമ്മുടെ പ്രവൃത്തിയല്ല കാരണമാകുന്നത്, നമ്മുടെ സ്നാനം കൂടെ അതിനോട് ചേർത്താലേ രക്ഷ പൂർത്തിയാകുന്നുള്ളതല്ല. സോ ദാറ്റ് മീൻസ് ബേസിക്കലി ഹിയർ ഇറ്റ് സേസ് ദ ലോർഡ് ഈസ് സേവിങ് അസ്. നമ്മളെ കംപ്ലീറ്റ് ആയിട്ടും ഹി സേവ്സ് അസ്. ആൻഡ് ദെൻ ഹി സേസ് യു മസ്റ്റ് ഒബേ ദ കമാൻഡ്. യു മസ്റ്റ് ഒബേ ദ കമാൻഡ്. വാട്ട് ഇസ് ദ കമാൻഡ്? ദാറ്റ് വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. എന്തിനാണ്? അതൊരു സാക്ഷ്യമാണ്. അപ്പം ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എന്നിട്ട് ഈ ഉയർത്തെഴുന്നേറ്റ് വന്ന ആളിൻ്റെ ജീവിതത്തിൽ 6-ാമത്തെ വാക്യം വേഴ്സ് 6, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. Now it is very clear that I am freed from sin. You know, എന്തിനാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടും ഞാൻ സ്നാനപ്പെടുന്നത്, എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ആം ഫ്രീഡ് ഫ്രം സിൻ. ഐ ആം നോ ലോങ്ങർ എ സ്ലേവ് ഓഫ് സിൻ. പാപത്തിൻ്റെ അടിമയാകത്തില്ല. ദാറ്റ് ഇസ് ഫിനിഷ്ഡ്. കഴിഞ്ഞ ദിവസത്തിന് മുമ്പ് വരെ ഒരു പക്ഷെങ്കിൽ ഞാൻ ടി വിക്ക് അടിമയായിരിക്കാം, ഒരു പക്ഷെങ്കിൽ ഞാൻ എന്തെങ്കിലും അടിമയായിരിക്കാം. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് കഴിയണം, ഐ എം ഫ്രീഡ് ഫ്രം സിൻ. റൈറ്റ്? എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും അല്ലേ? ഇനി എന്താ അടുത്ത വാക്യം വേഴ്സ് 7, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. അപ്പം പാപക്ഷമ നമുക്ക് ലഭിച്ചു. എവിടെ? വീണ്ടും ജനനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപയാഗത്താൽ. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കേട്ട് കർത്താവായ യേശു ക്രിസ്തു നീതിമാനാണ് എന്നുള്ളൊരു വാക്യം. കർത്താവായ യേശു ക്രിസ്തു നീതിമാനായതുകൊണ്ട് യാതൊരു കുറ്റത്തെയും ശിക്ഷിക്കാതെ വിടുകയില്ല. പക്ഷേ ആ ശിക്ഷ നമ്മളല്ല ഏറ്റെടുത്തത്. ആ ശിക്ഷ ഏറ്റെടുത്തത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തത് കൊണ്ട് എനിക്കെന്താ ഗുണമുണ്ടായത്? എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. അത് കഴിഞ്ഞ ശേഷം അടുത്തെന്താ കേൾക്കുന്നത്? ഈസ് ഫ്രീഡ് മീ ഫ്രം സിൻ. അടുത്ത വാക്യം 8-ാമത്തെ വാക്യം, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിച്ചു. അവനോടുകൂടെ ജീവിച്ചു. ഇനി ഒരു മരിച്ചവനായിട്ടല്ല, ഞാൻ അവനോടുകൂടെ ജീവിച്ചു. അടുത്ത വാക്യം വേഴ്സ് 9, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇരിക്കയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. മരണത്തിന് ഇനി അധികാരമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നമുക്ക് ഒരു കാര്യം, നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കുകയാണ്. അപ്പോൾ പാപത്തിന്റെ കർത്തൃത്വത്തിൽ നിന്ന് വിടുവിക്കുന്നു. നമ്മളെ കർത്താവായ യേശു ക്രിസ്തു പുതിയ ജീവൻ്റെ ഭാഗമാക്കി തീർക്കുന്നു. കർത്താവ് ഇനി മരണത്തിന് അധികാരമില്ലാതെ വണ്ണം നമ്മളെ നിത്യജീവൻ്റെ ഓഹരിക്കാരാക്കി തീർക്കുകയാണ്. തീർന്നിട്ടില്ല. അടുത്ത വാക്യം, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഇനി ജീവിക്കുന്നത് ആർക്കു വേണ്ടി ജീവിക്കുന്നു? ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടേ? സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, തന്നെ വിലയ്ക്ക് വാങ്ങിയ യേശു ക്രിസ്തുവിന് വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ അവനെ കർത്താവെന്ന് വിളിക്കുന്നത്, അല്ലേ? നീ കർത്താവിനോട് ചോദിച്ചേ, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഭാര്യയ്ക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും? ഭർത്താവിനോട് ചോദിച്ചിട്ട് ഭാര്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു കൺസൾട്ടേഷൻ ഇസ് ദെയർ, ഇസ്ൻ്റ് ഇറ്റ്? അല്ലേ? അതുപോലെ
ഇവിടെ പറഞ്ഞ പോലെ കർത്താവ് നമ്മുടെ കർത്താവിനോട് ചോദിച്ചിട്ടേ ഇനി അടുത്ത മുമ്പോട്ടുള്ള സ്റ്റെപ്പുള്ളൂ. അല്ലാതെ ഐ ലൈക്ക് ടു ഡു ദിസ്, ഓക്കെ, ദാറ്റ് വാസ് ബിഫോർ. If you want to continue that, continue there. But if you want to continue here, then you have to walk with the Lord. എനിക്കറിയാം നമുക്കൊത്തിരി അച്ചച്ചന്മാരും ചേച്ചിമാരും ഒക്കെ കർത്താവിൻ്റെ കൂടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം അവനവൻ്റെ താല്പര്യപ്രകാരമൊക്കെ നടന്നിട്ട് ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ, കർത്താവിൻ്റെ ദീർഘക്ഷമയെ പരീക്ഷിക്കരുത്. മനസ്സിലായോ? കർത്താവിൻ്റെ ദീർഘക്ഷമയെ പരീക്ഷിക്കരുത്. കർത്താവിൻ്റെ കൂടെ നടക്കുവാനായിട്ട് നമുക്ക് വിവാഹ നിശ്ചയം ചെയ്ത് നമ്മൾ ഓരോരുത്തരും ആ കർത്താവിൻ്റെ ജീവൻ്റെ പുതുക്കത്തിൽ വേണം നമുക്ക് മുമ്പോട്ട് നടക്കാൻ. അപ്പം രക്ഷിക്കപ്പെട്ട വ്യക്തികൾ ആ രക്ഷിക്കപ്പെടുന്ന ആ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് നമ്മൾ വെള്ളത്തിൽ പറയുകയാണ്, കൂടെ നിൽക്കുന്ന സഭക്കാരോട് പറയുകയാണ്, പ്രിയ സഹോദരങ്ങളെ, അല്ലെങ്കിൽ ലോകത്തിലുള്ളവരോട് പറയുകയാണ്, ദാറ്റ് I have accepted the Lord Jesus Christ. Today onwards, I belong to the Lord Jesus. ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ, ഞാൻ എല്ലാ ദൂതന്മാരോടും ഒക്കെ സാക്ഷ്യം പറയുകയാണ്, I belong to the Lord Jesus Christ. The ownership has been changed. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കൂട്ടിക്കൊണ്ടുവന്നു. അവൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാക്കി തീർത്തു. ഹല്ലേലൂയ. പിന്നെയും ഇറങ്ങിപ്പോകാനൊന്നും അല്ല കേട്ടോ, അവിടെ കൂടെ വന്ന് കർത്താവിൻ്റെ കൂടെ ചേർന്ന് നടക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന്. പ്രൈസ് ദ ലോർഡ്. അപ്പം കർത്താവ് എന്തുകൊണ്ടാണ് സ്നാനപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് ദ പ്രോസസ് ആൻഡ് ദിസ് ഈസ് നോട്ട് സംതിങ് വിച്ച് ഇസ് എൻ ഇമോഷണൽ, ദിസ് ഈസ് നോട്ട് എ ടെമ്പററി. ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആർ യു റിയലി ഷുവർ? യെസ്. പക്ഷേ സന്തോഷത്തോടെ അതിൻ്റെ ഭാഗവാക്കാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവാക്കാക്കി തീരുവാൻ കർത്താവ്. 1 പത്രോസ് 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പത്രോസിൻ്റെ ഭാഷ്യം വായിക്കുമ്പോൾ സ്നാനത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹം ഇങ്ങനെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ചിലർ പറയാറുണ്ട് ഇത് കലക്ക വെള്ളത്തിൽ കഴിയ വെള്ളം ഇത് പോകുമോ എന്നൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം തൊട്ട്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. 8 പേർ എവിടെയായിരുന്നു? നോഹയും കുടുംബവും അല്ലേ, ആ 8 പേര്. അപ്പം അതൊരു നമുക്ക് സ്നാനത്തിനൊരു മുൻകുറി. വായിച്ചാട്ടെ. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല. ഇത് അഴുക്ക് കളയാനായിട്ട് അതാ പറഞ്ഞത്. നമ്മൾ സ്നാനപ്പെടുന്നത് ഇതുവരെയും കുളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒന്ന് കുളിപ്പിക്കാം എന്നുള്ള രീതിയിലല്ല. പക്ഷെ പിന്നെ എന്തിനാണ്? ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള ഒരു നല്ല മനസാക്ഷിക്കായിട്ടുള്ള ഒരു അപേക്ഷ. അത്രേ കർത്താവേ, there is a new things happening in my life. Lord, give me a full new conscience. It's a new paper. Everything is new. I start fresh account. ഹല്ലേലൂയ. നമ്മുടെ കഴിഞ്ഞ കാലം ഞാനത് പറഞ്ഞത് പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് പറയുവാൻ ലജ്ജിച്ച അനേക കാര്യങ്ങളുള്ളപ്പോൾ എല്ലാം മാറ്റി ആ പാവിനിയായ സ്ത്രീ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച പോലെ സന്തോഷത്തോടെ കർത്താവിൻ്റെ കൂടെ മുമ്പോട്ട് പോവുകയാണ്. അപ്പം സ്നാനം എന്ന് പറയുന്നത് അഴുക്ക് കളയുന്നതിന് വേണ്ടിയുള്ള നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയായിട്ടത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ, മോശയോടുകൂടെ ചേരുന്ന ജനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം പ്രോട്ടോടൈപ്പാണ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പിളാണ്. നമ്മൾ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ വരാനിരിക്കുന്ന നിഴല് പോലെ കാണിക്കുന്ന ചില വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് നോഹയുടെ യാത്രയെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഇസ് സംതിങ് സിമിലർ ലൈക്ക് എ ബാപ്റ്റിസം വി ആർ ഗോയിങ് ടു ഡു. അതേപോലെ തന്നെ we see another one when we see in the life of Moses. വായിച്ചാൽ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നും എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചും. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. All were baptized into Moses in the cloud and in the sea. 2-ാമത്തെ വാക്യം. എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. എല്ലാവരും സ്നാനമേറ്റു. ആരോട് ചേർന്നു? മോശയോട് ചേർന്നു. അപ്പം യോഹന്നാനോട് ചേർന്നൊരു കാര്യം നമുക്കറിയാം, മോശയോട് ചേർന്ന കാര്യം അറിയാം. ഇപ്പം നമുക്ക് ആരോട് ചേർന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്? യേശുവിനോട് ചേരുന്ന കാര്യത്തെക്കുറിച്ചാണ്. ആ ജനം അവർ മോശയോട് ചേർന്നു എന്ന് പറയുമ്പോൾ, കാരണം ആ സഭ ആ നിയമങ്ങൾ പഴയ നിയമത്തിൻ്റെ ബേസിസിലുണ്ടാക്കിയതായിരുന്നു. എന്നാൽ പുതിയ നിയമസഭയിൽ യേശുവിനോട് ചേരുമ്പോൾ ആ കാര്യത്തെക്കുറിച്ചാണ് ഇത് സ്നാനത്തിന് ഒരു മുൻകുറി. പ്രൈസ് ദി ലോർഡ്.
അപ്പം പ്രിയ സഹോദരങ്ങളെ, വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്നാനപ്പെടുക എന്ന് പറയുന്നത് ഒരു സന്തോഷത്തിൻ്റെ സമയങ്ങളാണ്. അത് വളരെ അർത്ഥവത്തായി ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അത് അർത്ഥവത്തായി ഇറ്റ്സ് നോട്ട് അത് നമുക്ക് കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തു കർത്താവ് ഞാനൊരു പാപിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ, എനിക്കൊരു രക്ഷകൻ്റെ ആവശ്യം എനിക്കുണ്ടെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ ആ രക്ഷണീയത്വത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സാക്ഷ്യമായി ഞാൻ വെള്ളത്തിൽ കർത്താവിന് വേണ്ടി സ്നാനപ്പെടുന്നതായിട്ട് ഞാൻ ഇരിക്കുന്നു. ഒരു വാക്യം കൂടെ, എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഒരു കൺഫ്യൂഷനുള്ള വാക്യമായിരിക്കും പലപ്പോഴും അത്. എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. സ്നാനം ഒന്ന് എന്നുള്ളൊരു വാക്യം, അതെ, സ്നാനം ഒന്നേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ ഒരിക്കലല്ലേ നമുക്ക് അങ്ങനെ നിലയിൽ ചേരുവാൻ പറ്റുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആ നിലയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് ചേർന്നാൽ മതി, അല്ലാതെ നമ്മൾ രണ്ടാമത് ചേരേണ്ട കാര്യങ്ങളില്ല. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൽ ചേരുന്നതിൻ്റെ കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ആ നിലയിൽ ചേരണം. ഏതെങ്കിലും ഒരു സഭയോട് ചേരുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം ഭാഗം ഒന്നുകൂടെ വായിച്ചാട്ട്, ആക്ട്സ് ചാപ്റ്റർ 2 നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം അതുവഴി അങ്ങ് പോകുമായിരുന്നു. ലെറ്റ് us read that ഭാഗം. 41-ാമത്തെ വാക്യം, 41, 2:41 തൊട്ട്. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിക്കും. വല്ലപ്പോഴും കൂട്ടായ്മയ്ക്ക് വരികയല്ല, മനസ്സിലായോ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് പറയുമ്പോഴത്തേക്കും they are readily spending time with God's word. സ്നാനപ്പെട്ട എല്ലാ ദൈവമക്കളോടും ഞാൻ ചോദിക്കട്ടെ, അവർ സ്നാനപ്പെട്ടിട്ട് എന്നാൽ പിന്നെ കഴിഞ്ഞു, ഗോഡ് ഹസ് മെയ്ഡ് എവറിത്തിങ് ഗുഡ്, ഐ ആം ഗോയിങ് എന്ന് പറയുന്നൊരു കാര്യം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് പറയുമ്പോൾ, ലെറ്റ് മീ ടെൽ യു അഗെയിൻ, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദർ ഇസ് സംതിങ് കോൾഡ് പ്രൈമറി ഫുഡ്. വാട്ട് ഈസ് യുവർ പ്രൈമറി ഫുഡ്? പ്രൈമറി ഫുഡ് ഷുഡ് ബി ഗോഡ്സ് വേർഡ്. നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന അനേകം പ്രവാചകന്മാരും അനേകം വ്യക്തിജീവിതങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. ദാറ്റ്സ് ഫണ്ടാസ്റ്റിക്, ബട്ട് ദാറ്റ്സ് നോട്ട് യുവർ പ്രൈമറി ഫുഡ്. The primary food is God's word. ദൈവവചനം നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. പലരെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിൽ നല്ല മെയിനായിട്ടുള്ള ഫുഡ് കിട്ടുന്നത്. അതുകൊണ്ട് എന്താ പറ്റുക? പലപ്പോഴും നമ്മൾ ഈ രണ്ടാമത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അതിനകത്തൊരു വികലമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗെറ്റ് ഫ്രം ഒറിജിനൽ, ഗെറ്റ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്, ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ടീച്ച് യു. അപ്പം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും പിന്നെന്ത് അപ്പം നുറുക്കിയും കൂട്ടായ്മ ആചരിച്ചും, അല്ലേ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും, റെഗുലർലി അറ്റൻഡിങ് ദ മീറ്റിംഗ്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയം കഠിനമാകാൻ അധികം നേരമൊന്നും വേണ്ട. ഓരോ ദിവസവും 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഹൃദയം കഠിനമാകാം. സോ അതുകൊണ്ട് ദൈവസന്നിധിയിൽ അവസരങ്ങളൊക്കെ ഉള്ളപ്പോൾ കർത്താവ് നമുക്ക് മീറ്റിങ്ങുകൾ തരുമ്പോൾ റെഗുലറായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് മനസ്സ് വെക്കണം. അതിന് നമ്മൾ മനസ്സ് വെച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വീക്കാവും. അടുത്ത ഭാഗം പിന്നെന്താ? അപ്പം നുറുക്കിയും കർത്താവിൻ്റെ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് വാട്ട് ജീസസ് ഹാസ് ഡൺ ഫോർ മീ ഓൺ ദ ക്രോസ്. സ്നാനം ഒരിക്കലായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നുറുക്കൽ നമുക്ക് കഴിവുള്ളപ്പോഴൊക്കെയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അവിടെയും നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പിന്നീട് അപ്പം നുറുക്കിയും പിന്നെ പ്രാർത്ഥന കഴിച്ചും പോന്നു. നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് തീരുകയല്ല, മുമ്പോട്ട് ആ ക്രിസ്തീയ ജീവിതം ബിൽഡപ്പ് ചെയ്ത് വരേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. അത് നമ്മളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരേണ്ടതായിട്ടുണ്ട്. ലെറ്റ് us read another verse. അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോവാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം.
യോഹന്നാൻ വെള്ളം കൊണ്ട് എന്തായിരുന്നു? വായിച്ചടാ. വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 1, സ്റ്റെപ്പ് നമ്പർ 2, സ്റ്റെപ്പ് നമ്പർ 3 ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. മൂന്നാമത്തെ കാര്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയ കാര്യമാണ് അല്ലേ? ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സ്നാനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? വീണ്ടും ഞാൻ അനുഭവം ഉണ്ടാകുമ്പോഴാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സ്നാനം ഒന്നേ ഉള്ളൂ. ബട്ട് we need to continue to be filled in the Holy Spirit in our every day. നമ്മളുടെ ജീവിതത്തിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആൻഡ് അവിടെയാണ് ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓൾസോ കംസ് ഇൻ ടു ദ പിക്ചർ. നമ്മളുടെ ജീവിതം ഈ ലോകത്തിൽ എളുപ്പമാക്കുവാൻ, കർത്താവിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ, വളരെ ശക്തിയോടുകൂടെ ദൈവത്തിൻ്റെ മിനിസ്ട്രി ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ പിന്നെ മുമ്പോട്ട് പോകാൻ. അതുകൊണ്ടാണ് നമ്മൾ കരുതുന്നത്, ഐ വിൽ സെൻഡ് യു എ ട്യൂട്ടർ, ഐ വിൽ സെൻഡ് യു എ ഹെൽപ്പർ, ഐ വിൽ നോട്ട് ലീവ് യു ആസ് എൻ ഓർഫൻ. ഇതെല്ലാം പ്രോമിസ് ആർക്ക് വേണ്ടിയാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കും, സകല സത്യത്തിലേക്കും വഴി നടത്തും, നിങ്ങളെ നടത്തും. ആ കാര്യങ്ങൾ അപ്പം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് പരിശുദ്ധാത്മാവിന് ദാനം കൊടുക്കുകയാണ്. ദ ഗിഫ്റ്റ് ഫ്രം എബവ്, ദാറ്റ് ഇസ് ഫ്രം ദ ലോർഡ്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ പിന്നെ നമ്മൾ അനാഥരായിട്ട് എന്തോ പറയാനാ ബ്രദറെ, എന്നോ പറയാനോ ആരുമില്ല എനിക്ക്. അപ്പോസ്തലൻ പൗലോസ് പോലും പറയുന്നത് ആരും കൂടെ നിന്നില്ല, പക്ഷെങ്കിൽ ദ ലോർഡ് സ്റ്റുഡ് വിത്ത് മീ, ദ ലോർഡ് സ്റ്റുഡ് വിത്ത് മീ അല്ലേ? ആരും കൂടെ നിന്നില്ല. ഈശോയിലൊക്കെ ഓരോ പ്രയാസങ്ങൾ അദ്ദേഹം അനുഭവിച്ചപ്പോൾ ആരുമില്ലായിരുന്നു, പക്ഷേ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ദാറ്റ് ഇസ് ദ പ്രൊട്ടക്ഷൻ വി ഹാവ് ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്നുള്ള ആ പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. അപ്പം വീണ്ടും ജനിച്ച ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധൈര്യമായിട്ട് പറയണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മളുടെ ജീവിതത്തിൽ അത് ജസ്റ്റ് ടു ബി കെപ്റ്റ് ഓൺ ദ സൈഡ്. ഡോണ്ട് ക്വെഞ്ച് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ കെടുത്തി കളയരുത് അല്ലേ? So we need to allow the Holy Spirit to work in our life. അപ്പം that is a gift from the Lord. ദൈവത്തിൽ നിന്ന് തരുന്നതാണ്. അപ്പം then we read ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. Galatians chapter 3 verse 14. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പം ഒന്ന് ഓർത്തു നോക്കണം, അബ്രഹാമിൻ്റെ സമയം തൊട്ട് എന്തൊക്കെയോ ലഭിക്കാൻ പോകുന്നു ഇങ്ങനെ വാഗ്ദത്തം ചെയ്ത് വരിക. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് മാത്രം തീർന്നില്ല, ഒരു പ്രോമിസ് ഉണ്ട്, നിങ്ങൾക്കൊരു പ്രോമിസിനെ തരാൻ പോകുന്നു. ആ പ്രോമിസ് എന്തായിരുന്നു? ഈ പ്രോമിസ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൊണ്ട് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ ക്രിസ്തുയേശുവിൽ കൂടെ ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യം. അപ്പം ഈ വീണ്ടും ജനിച്ച് വരുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ആ വലിയ ഗിഫ്റ്റ് നമ്മളുടെ ജീവിതത്തിൽ വരിക. അതിനിപ്പോൾ എത്ര വലിയ കാര്യമുണ്ട്? അതിന് വലിയ കാര്യമാണ് ആണോ? വലിയ കാര്യമാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കാര്യം ഓർക്കണം. എന്തിനാണ് വർഷാവർഷം ഇവരെല്ലാവരും കൂടെ യെരുശലേമിൽ പോകുന്നത്? കാരണം ഭൂമിയിൽ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അതാ വർഷത്തിൽ അവിടെയുള്ളൂ. എല്ലാവരും അവിടെ പോകണം. ബാക്കി എല്ലായിടത്തും അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? സിനഗോഗ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ പുതിയ നിയമഭക്തരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന പ്രോമിസ് നോക്കണം. ഹീ വിൽ കം ഇൻ ടു അസ്, നമ്മളിലിരിക്കേണ്ടതിന്. പ്രൈസ് ദ ലോർഡ്. ആരിയ്ക്കേണ്ടതിന്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിന്, വന്നു പോവുകയല്ല, എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം കർത്താവ് നമുക്ക് തരിക. പ്രിയ സഹോദരങ്ങളെ, നമ്മളിന്ന് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മളെത്ര ഭാഗ്യവാന്മാരല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൽ സ്നാനപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ, പക്ഷെ പലപ്പോഴും നമ്മളിതൊക്കെ അറിയാതൊക്കെയാണ് നമ്മൾ പലപ്പോഴും നടക്കുന്നത്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിൽ തരിക. ആൻഡ് ഫ്രം ദെൻ ഓൺവേർഡ്സ്
വി ആർ നോട്ട് ഓർഫൻസ്. അനാഥരല്ല. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന ദൈവമക്കൾ. നമ്മുടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലും സന്തോഷമുള്ള സാഹചര്യങ്ങളിലുമൊക്കെ ആ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ മുമ്പോട്ട് നടക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ വിളിക്കാട്ട കർത്താവ് നമ്മളെ വിളിച്ചത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നാനപ്പെടാനായിട്ട് തീരുമാനിക്കുന്ന എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനായിട്ടുള്ളതാണ്. ആൻഡ് ദോസ് ഹു ഹാവ് നോട്ട് എക്സ്പീരിയൻസ് ദ ലൈഫ്, നിങ്ങൾ ആ നിലയിൽ നിങ്ങൾ സ്നാനപ്പെട്ടവരായിരിക്കാം, പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലെങ്കിൽ യു നീഡ് ടു ആസ്ക് ദ ലോർഡ്, ലോർഡ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കണം. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതങ്ങൾ നിവർത്തിയാവണം. കർത്താവെ, ആ നിലയിൽ എന്നെ ഉത്സാഹത്തോടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ, ഈ ലോകത്തിൽ അങ്ങനെ ജീവിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.